രാജപത്നി ഗുരോപത്നി മിത്രപത്നി തഥൈവ ച പത്നിമാതാ സ്വമാതാ ച പഞ്ചൈതാം മാതരഃ സ്മൃതാഃ. എന്താണ് അർത്ഥം? രാജാവിൻ്റെ ഭാര്യയും ഗുരുവിൻ്റെ ഭാര്യയും സ്നേഹിതൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും സ്വന്തം അമ്മയും ഇങ്ങനെ 5 പേരെ സ്വന്തം അമ്മമാരായി കരുതേണ്ടതാണ്. ഇത് പറഞ്ഞത് ചാണക്യൻ. ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ഗുരു ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നത്. സ്ത്രീയെ വെറും ഉപഭോഗ വസ്തു മാത്രമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നിത്യവും വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന സ്ത്രീ പീഡനങ്ങളും പെൺവാണിഭവും എല്ലാം നമ്മുടെ മൂല്യച്യുതിയെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചാണക്യൻ ഇത്തരത്തിൽ നമ്മളെ ഉപദേശിച്ചത്. സ്ത്രീകൾ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യമുണ്ടാകുന്നു എന്ന് വേദങ്ങളും സ്ത്രീയുടെ കണ്ണുനീർ കാലത്തിൻ്റെ അഗ്നിയാണ് എന്ന് പുരാണങ്ങളും പറയുന്നു. ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കുവാൻ സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് വിവേകശാലികൾ പറയുന്നത്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി നമ്മുടെ അഭിമാനമായിരുന്നു. തൻ്റെ പാതിവൃത്യമായിരുന്നു ഒരു കാലത്ത് സ്ത്രീയുടെ കവചം. പാഞ്ചാലിയുടെ കണ്ണുനീരാണ് ഒരു വംശത്തിനു തന്നെ കാരണമായി മാറിയത്. സമ്പത്തിനും സുഖത്തിനും പിന്നാലെ പരക്കം പായുന്ന സ്ത്രീ പുരുഷന്മാർ ഇന്ന് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ദുഷിച്ച കാലഘട്ടത്തിൽ ഗുരു ചാണക്യൻ്റെ ഈ ശ്ലോകത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. സന്തുഷ്ടമായ കുടുംബ ബന്ധങ്ങളിലൂടെ രാജപത്നിയെയും ഗുരുവിൻ്റെ ഭാര്യയെയും സ്നേഹിതൻ്റെ ഭാര്യയെയും ഭാര്യയുടെ അമ്മയെയും അമ്മയെപ്പോലെ സ്വന്തം അമ്മയെപ്പോലെ നമുക്ക് ആദരിക്കുവാൻ കഴിയണം. അതാണ് ഭാരതീയ സംസ്കാരം നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ സംസ്കാരം നിലനിർത്തുന്നതിനുള്ള ബാധ്യത